ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സൈറ്റ് വഴി ലൈസൻസ് റിന്യൂവൽ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത് പ്രീവിയസ് ലൈസൻസ് ഡീറ്റെയിൽസ്, ഹെൽത്തിൽ നിന്നുള്ള NOC, അതുപോലെ തന്നെ സൈറ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റുകളാണ്. ലൈസൻസിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് ഡോക്യുമെൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ FSSI എന്നോ അതല്ല എങ്കിൽ ഫോക്കസ് എന്നോ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. FSSI എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഹോം പേജിൽ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഫോക്കസ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഫുഡുമായി റിലേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. നിലവിൽ 5 വർഷം വരെ വാലിഡിറ്റി ഉള്ള ലൈസൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ലൈസൻസിന് എക്സ്പയറി ഡേറ്റിന് 180 ഡേയ്സ്, അതായത് 180 ദിവസം മുൻപേ മുതൽ തന്നെ റിന്യൂവൽ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. സൈറ്റിൽ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ലോഗിൻ ഫുഡ് ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന ലോഗിൻ പേജ് ഓൾറെഡി ലഭിച്ചിട്ടുള്ള ലൈസൻസ് അതല്ല എങ്കിൽ രജിസ്ട്രേഷൻ, അതുമല്ല എങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴെയായിട്ടുള്ള പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ലൈസൻസിൻ്റെ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. പാസ്വേഡും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ ഫോർഗോട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈറ്റിലെ ആപ്ലിക്കേഷൻ റെഫറൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ഒന്ന് കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൊടുത്ത് കണ്ടിന്യൂ ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. OTP ഫോൺ നമ്പറിലേക്കും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മെയിൽ ID-യിലേക്കും വരുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാകും. ശേഷം പേജിൽ ന്യൂ പാസ്വേഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് പുതിയതായിട്ട് നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഈ പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുന്ന പാസ്വേഡും ഓൾറെഡി ഉള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും കൊടുത്താണ് പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഫോണിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ മെയിലിലേക്ക് വന്നിരിക്കുന്ന OTP ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പൽ, നമ്പർ വരുന്ന രീതിയിൽ, അതായത് ഒരു വലിയ അക്ഷരം, ചെറിയ അക്ഷരം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, @ സ്റ്റാർ, ഹാഷ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും നമ്പറും കൊടുത്ത് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈപ്പ് ചെയ്ത പുതിയ പാസ്വേഡ് തന്നെ കൺഫേം ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് റീസെറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ്. ഇതിനുശേഷം വീണ്ടും ഹോം പേജിൽ ലൈസൻസ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേജിൻ്റെ താഴെ ഭാഗത്തായിട്ടുള്ള പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. പ്രൊസീഡായിട്ട് നെക്സ്റ്റ് വരുന്ന പേജിൽ വീണ്ടും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ പുതിയതായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന പാസ്വേഡാണ് നൽകേണ്ടത്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ക്യാപ്ച കോഡും കൃത്യമായി കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിലേക്കൊരു OTP മെസ്സേജ്, അതല്ല എങ്കിൽ മെയിലിലേക്കൊരു OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു മെസ്സേജും കൂടി കൊടുത്ത് കൺഫേം ചെയ്താണ് ഹോം പേജിലേക്ക് വരേണ്ടത്. ലോഗിനായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതുപോലൊരു ഹോം പേജ് ആയിരിക്കും. സൈറ്റിൽ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിന്യൂവൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം റിന്യൂവൽ പ്രോസസ്സ് ചെയ്തു വെച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ, അതായത് ഒരിക്കൽ ചെയ്തതിന് ശേഷം പകുതി എത്തിയതിന് ശേഷം അപേക്ഷ ക്ലോസ് ആയി പോവുകയോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന ലൈസൻസിൻ്റെ വിവരങ്ങൾ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. പേജിൻ്റെ താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പേജിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം പേജിൽ വന്നിരിക്കുന്ന OK എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ മുൻപ് നമ്മൾ കൊടുത്തിരിക്കുന്ന കാറ്റഗറി ഡീറ്റെയിൽസിൻ്റെ വിവരങ്ങളൊക്കെ
സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും വരുന്നതാണ്. അപ്ഡേഷൻ എന്തെങ്കിലും ആവശ്യമാണ് എങ്കിൽ, അതായത് ഫോൺ നമ്പറിലോ അഡ്രസ്സിലോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ അപ്ഡേഷൻ ആവശ്യമില്ലാത്ത വ്യക്തികൾ പേജിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് താഴെ ഭാഗത്തായിട്ടുള്ള സെലക്ട് ഇയർ എന്നുള്ള ഓപ്ഷനിൽ എത്ര വർഷത്തേനാണ് വീണ്ടും ലൈസൻസ് പുതുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. 5 വർഷത്തേക്ക് വരെയാണ് ലൈസൻസ് പുതുക്കി നൽകാൻ സാധിക്കുന്നത്. 1 വർഷത്തേനാണ് വേണ്ടതെങ്കിൽ 1 എന്നും, 2 വർഷത്തേനാണെങ്കിൽ 2 എന്നും, 5 വർഷത്തേനാണെങ്കിൽ 5 എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് റിന്യൂവൽ ചെയ്യുന്നത്. ലൈസൻസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ കൃത്യമായിട്ട് അടയ്ക്കേണ്ട എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അറ്റാച്ച് ചെയ്യുന്നത് മാക്സിമം 15 ഡോക്യുമെൻറ്റുകൾ മാത്രമായിരിക്കണം. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ ചില ഫോർമാറ്റ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. JPG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ PNG ഫോർമാറ്റിലോ ഡോക്യുമെൻറ്റിൽ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. മാക്സിമം ഫയലിൻ്റെ സൈസ് 5 MB വരെ മാത്രമേ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെ ഡോക്യുമെൻ്റാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ ഒരു ഡോക്യുമെൻ്റ് ലിസ്റ്റ് സൈറ്റിൽ നിന്നും സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സൈറ്റിൽ ഡിക്ലറേഷൻ ഓഫ് ദി കംപ്ലയൻസ് ആസ് പെർ ഇൻസ്പെക്ഷൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൽഫ് ഫയലിംഗ് ഓഫ് ഇൻസ്പെക്ഷൻ എന്നുള്ളതാണിത്. ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ബാധകമല്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകിയാൽ മതി. സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നത്. പേഴ്സണൽ ഹൈജീൻ, ട്രെയിനിങ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ സെക്ഷൻസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപേക്ഷകൻ്റെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി സെല് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഹെൽത്ത് NOC മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പ്രൂഫ്, ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡ്, ഡിക്ലറേഷൻ ഫോം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. പേജിന് താഴെയായിട്ടൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിക്ലറേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൈൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. വിവരങ്ങളെല്ലാം അറ്റാച്ച് ആയതിനു ശേഷം വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഫോണിലേക്ക് വീണ്ടും OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് പേജിലേക്കാണ്. സൈറ്റിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ടോട്ടൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടേൺ ഓവർ കാറ്റഗറിക്ക് അനുസരിച്ച് പേയ്മെൻറ്റും അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. 12 ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന കാറ്റഗറിയാണ് സ്റ്റേറ്റ് ലൈസൻസ്. 2 വർഷത്തേനാണെങ്കിൽ 2000 രൂപ സൈറ്റിലിവിടെ പേയ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഗേറ്റ് വേ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. UPI, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ UPI എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. QR കോഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ UPI ID കൊടുത്തിട്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. UPI ID ആണ് കൊടുക്കുന്നതെങ്കിൽ UPI അഡ്രസ്സ് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. ഡിഫോൾട്ടായിട്ട് UPI ഹോൾഡറുടെ പേര് സൈറ്റിൽ കാണിക്കുന്നതാണ്. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വാലറ്റിലേക്ക് വന്നിരിക്കുന്ന റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് നൽകാവുന്നതാണ്. റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈറ്റിൽ വെയിറ്റിംഗ് വരുന്നില്ല. അതായത് റിന്യൂവൽ ചെയ്ത സർട്ടിഫിക്കറ്റ് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അപ്പോൾ തന്നെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഹോം പേജിലേക്കൊന്ന് വരിക. പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോം പേജിലേക്ക് വരാവുന്നതാണ്. ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഇഷ്യൂഡ് ലൈസൻസ് എന്നുള്ള ഓപ്ഷനിൽ റെഫറൻസ് നമ്പർ എന്നുള്ള ഓപ്ഷനിലെ 2ാമത്തെ റെഫറൻസ് നമ്പറാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഈ ഒരു റെഫറൻസ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് റിന്യൂവൽ ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ലൈസൻസിൻ്റെ ഇൻസ്ട്രക്ഷനിൽ തന്നെ ലൈസൻസ് കാലാവധി തീരുന്നതിന് 180 ഡേയ്സ് മുൻപേ മുതൽ തന്നെ റിന്യൂവൽ ചെയ്യാമെന്നുള്ള ഇൻസ്ട്രക്ഷനും നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.